യെസ്, അങ്ങനെ ഫൈനലി ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലൂടെ കൺഫേം ആയിരിക്കുകയാണ്. നമ്മൾ കുറേ നാൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് റോമൻ വേഴ്സസ് റോക്ക് മാച്ച്. എന്തായാലും അത് ഈ വരുന്ന റസൽമേനിയയിൽ നടക്കാൻ പോവുകയാണ്. സോ ഇവിടെ നടക്കാൻ പോകുന്നത് ഫിനിഷ് ദ സ്റ്റോറി അല്ല, സ്റ്റോറി ബിഗിൻസ് ആണ്. അതായത് ആരാണ് സമോവൻ ഫാമിലിയിലെ ബെസ്റ്റ്, ആരാണ് ഹെഡ് ഓഫ് ദ ടേബിൾ എന്ന് നമുക്ക് റസൽമേനിയ 14 അറിയാൻ സാധിക്കും. ദ പീപ്പിൾ സ്റ്റാർ റോക്ക് എന്ന് പറയുന്നത് WWE യൂണിവേഴ്സിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഒരു വലിയ പേരാണ്. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇറ്റ്സ് ഹാപ്പനിങ്. ഈ ഒരു ഒറ്റ മാച്ച് മതി റസൽമേനിയ 40 ഒരു കംപ്ലീറ്റ് സൂപ്പർ സ്പെക്ടക്കിൾ ആകാൻ. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് കോഡ് റോഡ്സ് വരുന്നു, റോമൻ റൈഡ്സിനെ ചലഞ്ച് ചെയ്യുന്നു റസൽമേനിയ 40ലേക്ക്. അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. നിങ്ങളെല്ലാം ഇന്നത്തെ സ്മാക്ക് ഡൗൺ കണ്ടേ ആയിരിക്കും. സോ കോഡ് റോഡ്സ് വന്നിട്ട് പറയുന്നുണ്ട് ഫിനിഷ് ദ സ്റ്റോറി എന്തായാലും ഈ ഒരു റസൽമേനിയ നടക്കാൻ പോകുന്നില്ല, അതിന് വേറെ ഒരു റസൽമേനിയയിൽ അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും ചെയ്യുന്നതാണെന്ന് കോഡ് റോഡ്സ് വന്ന് പറയുന്നുണ്ട്. ഇപ്രാവശ്യം മറ്റൊരാളാണ് റോമൻ റൈഡ്സിനെ നേരിടാൻ പോകുന്നത് കോഡ് റോഡ്സ് പറയുന്നുണ്ട്. അപ്പോഴാണ് റോക്ക് അവിടേക്ക് വരുന്നു. കോഡ് റോഡ്സിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, വന്നിട്ട് കോഡ് റോഡ്സ് ആ റിങ്ങിൽ നിന്ന് പോകുന്നു. സോ അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഡ് റോഡ്സ് റോമൻ റൈഡ്സ് തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റാണ്. സോ അതോടുകൂടി ഏതാണ്ട് കൺഫേം ആയി റോമൻ റൈഡ്സ് വേഴ്സസ് റോക്കാണ് റസൽമേനിയ 40 നടക്കാൻ പോകുന്നതെന്ന്. കൂടാതെ ആ ഒരു സമയത്ത് തന്നെ താഴെ റസൽമേനിയയുടെ ഏതാണ്ട് എൻട്രി ടിക്കറ്റും എൻട്രി ഫീസോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ കൊടുത്തോണ്ടൊരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സോ 100% കൺഫേം ആയിരിക്കുകയാണ് റോക്ക് വേഴ്സസ് റോമൻ റൈഡ്സ് ആണ് റസൽമേനിയ 40 നടക്കാൻ പോകുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.